ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, വലിയ രീതിയിൽ ഭിന്നിപ്പിനുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം. അവിടെയാണ് ഏറ്റവും ഉന്നതനായ ഒരു പുരോഹിതൻ ഈ രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. അത് ഒരു മതവിഭാഗത്തിൽ ഒരു നിരോധിത സംഘടന ഇടപെട്ടുകൊണ്ട് അവിടെ ഭിന്നിപ്പിനുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടത്തി എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ രീതിയിലാണോ ആ ആരോപണം ഉണ്ടാകേണ്ടത്? ഇത്രയും ഗൗരവമായ ഒരു വിഷയം വന്നിട്ടുണ്ട് എങ്കിൽ ഇത് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു അഭിമുഖത്തിൽ പറഞ്ഞു പോവുകയാണോ അദ്ദേഹം ചെയ്യേണ്ടത്? താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? രേണു, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് 6.5 ലക്ഷത്തോളം വിശ്വാസികളും ആനുപാതികമായിട്ട് നൂറുകണക്കിന് വൈദികരുമുള്ള ഒരു കേരളത്തിലെ ഏറ്റവും വലിയ അതിരൂപതയ്ക്കെതിരെ, ഇന്ത്യയിലെ തന്നെ 2ാമത്തെ അതിരൂപതയ്ക്കെതിരെ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ആ അഭിമുഖത്തെ അതിന്റെ ടോട്ടാലിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആകുലതകളും അദ്ദേഹത്തെ അലട്ടുന്ന വ്യഥകളും അതുപോലെ തന്നെ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ നേരിടുന്ന അവഗണനയും സമകാലീന പ്രശ്നങ്ങളും വർത്തമാനകാല പ്രതിസന്ധികളും ഒക്കെ അതിലാകത്തുകയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്താ പറയാ, അതിനകത്ത് എന്തെങ്കിലും അഭംഗിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതയൊന്നും പറയാനില്ല. അത് പറയാനും അങ്ങനെ ഒരു അഭിമുഖം നടത്താനും ആ അഭിമുഖം പ്രസിദ്ധീകരിക്കാനും ബാധ്യസ്ഥമായ ഒരു പ്രസിദ്ധീകരണം തന്നെയാണ് ദീപിക എന്ന് പറയുന്നത്. ഇദ്ദേഹമാകട്ടെ ഇപ്പോൾ ഉടനെ തന്നെ ഈ CBCIയുടെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുകയാണ്. അതിലൊരു പക്ഷേ അദ്ദേഹം അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരു പക്ഷേ പുതിയൊരാൾ വന്നേക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ അഭിമുഖം എന്ന് വേണമെങ്കിൽ ഇതിനെ കാണാവുന്നതാണ്. ആ നിലയ്ക്ക് ആ അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് തുറന്ന് പറയാനുള്ള ഒരു സമയമാണ്. ഒരു വിടവാങ്ങൽ സ്പീച്ച് പോലെയാണത്. ആ നിലയ്ക്ക് നമുക്ക് അതിന്റെ പ്രസക്തി എന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വളരെ വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ആ വിഷയം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയാ കുർബാന ആരാധനാ ക്രമത്തെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് ജനാഭിമുഖ കുർബാന, അൾത്താരാഭിമുഖ കുർബാന, ഈ 2 കുർബാനകൾ ഏത് വേണം എന്നതിനെ ചൊല്ലി ഈ കത്തോലിക്ക സഭയിൽ കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു തർക്കമുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത അല്ലെങ്കിൽ അവിടുത്തെ മഹാഭൂരിപക്ഷം വിശ്വാസികളും അവിടുത്തെ മഹാഭൂരിപക്ഷം വൈദികരും ഈ ജനാഭിമുഖ കുർബാന തന്നെ പാടുള്ളൂ, അതല്ലാതെ അൾത്താരാഭിമുഖ കുർബാന ഞങ്ങൾ അംഗീകരിക്കില്ല എന്നൊരു നിലപാടുമായിട്ട് വളരെ കർക്കശമായിട്ട് നിൽക്കുകയാണ്. സഭാ സീനഡ് തന്നെ പലവട്ടം യോഗം ചേർന്നു. ആ യോഗങ്ങളിലൊന്നും തീരുമാനമായില്ല. പല ആൻഡ്രൂസ് താഴത്തിനെ അടക്കം ഇതിന്റെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് മധ്യസ്ഥരായിട്ട് നിയോഗിച്ചു. അതിന്റെ ചുമതലക്കാരായിട്ട് മെത്രാപ്പൊലിത്തമാരായിട്ട് അങ്ങോട്ട് അതിന്റെ ചുമതലയ്ക്ക് നിയോഗിച്ചെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ എത്രയോ കാലത്തിന് ശേഷം ആ കനലൊന്ന് കെട്ടടങ്ങി ഒരു തെല്ല് സമാധാനം ഈ സഭയ്ക്കിടയിൽ വന്നതാണ്. അവരുടെ കുർബാന, ഈ ജനാഭിമുഖ കുർബാന ചൊല്ലാം, ആഴ്ചയിൽ ഒരിക്കൽ അൾത്താരാഭിമുഖ കുർബാനയും ചൊല്ലണം. അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടായി. അത് വത്തിക്കാനും പൗരസ്ത്യ തിരുസംഘവും എന്ന് വേണ്ട ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലുണ്ടാകുന്നത് അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമാധാനത്തിന്റെ ഏറെക്കാലത്തെ ആ സ്ഥലം കച്ചവടം, സ്ഥലം വിൽപ്പന തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് നമുക്കറിയാം. ആലഞ്ചേരിക്ക് പോലും സ്ഥാനമൊഴിയേണ്ടി വന്നത് ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഒരുപാട് വെള്ളം പെരിയാറ്റിക്കൂടെയൊക്കെ ഒഴുകിപ്പോയി. ഒരുപാട് ആരോപണങ്ങൾ, കോടതി കയറി കേസ് പുക്കാർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അങ്ങനെ ഒത്തിരി നാളത്തെ ചർച്ചകൾക്കും ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും ഒരു പള്ളിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു സഭയിൽ, കത്തോലിക്ക സഭ പോലെ ഇത്രയും കെട്ടുറപ്പുള്ള ഒരു സഭയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അനിഷ്ട സംഭവങ്ങൾക്ക്, നിർഭാഗ്യകരമായ പല സംഗതികൾക്കും സാക്ഷ്യം വഹിച്ചതിന് ശേഷം സമാധാനം ഏറെക്കുറെ കൈവന്നു, ഒരു ശാന്തത വന്നു, ഡോൺ ശാന്തമായി ഒഴുകാൻ തുടങ്ങുന്നു എന്നൊക്കെ പറയുന്ന പോലെ ശാന്തമായി ഒഴുകുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയൊരു ഘട്ടത്തിൽ CBCIയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരാള് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പറഞ്ഞ അൽമായ മുന്നേറ്റം എന്ന സംഘടനയും അവർക്കൊപ്പം നിന്ന വൈദികരും അവരെ പിന്തുണച്ച ചില സഭാധ്യക്ഷന്മാരുണ്ടല്ലോ, മെത്രാന്മാരും ഉണ്ടല്ലോ, അതുപോലെ വികാരി ജനറൽമാരുണ്ട്, ഇവരെല്ലാം
ഈ PFI എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വർഗീയത ആരോപിക്കപ്പെടുന്ന കേന്ദ്ര സർക്കാർ നിരോധിച്ച നേതാക്കളെല്ലാം ജയിലിൽ കിടക്കുന്ന ഒരു സംഘടനയുടെ പിന്തുണ ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു ആ പിന്തുണയെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഏറ്റവും സുസംഘടിതമായ, ക്രിസ്തു മതത്തിൽ കേരളത്തിലെ ഏറ്റവും സുസംഘടിതമായ ഒരു സമുദായമാണ്. ആ സമുദായത്തിൽ ഭിന്നതയുണ്ടാക്കി കേരളത്തിലെ ക്രൈസ്തവരുടെ ശക്തി ക്ഷയിപ്പിച്ച് ഈ സഭയെ ഭിന്നിപ്പിച്ച് അതിന്റെ വളർച്ച, അതിന്റെ പുരോഗതി, അതിന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിഷയങ്ങള്, ആലയങ്ങള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതിലെല്ലാം മെജോറിറ്റി കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കാണ്. ആ കത്തോലിക്ക സഭയെ ക്ഷീണിപ്പിക്കുക, തളർത്തുക, അങ്ങനെ അതിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്തി അങ്ങനെയുള്ള ഒരു വലിയ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ PFI ഇതിനകത്ത് നുഴഞ്ഞു കയറി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമര സംഘടനയായ അല്ലെങ്കിൽ ഈ എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അൽമായ മുന്നേറ്റം വഴി വലിയൊരു അട്ടിമറി നീക്കമാണ് നടത്തിയത് എന്നാണ് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തന്നോട് ഇത് വെളിപ്പെടുത്തിയത്. വളരെ വിശദമായിട്ടൊന്നും ആ ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ വരികൾക്കിടയിലൂടെ ഒരുപാട് വായിക്കാനുണ്ട്. ഈ സമരം ഒരു സ്വാഭാവികമായി ഉണ്ടായ ഒരു ആരാധനാക്രമത്തെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിന്റെ പേരിൽ ഉണ്ടായതല്ല, മറിച്ച് മറ്റു ചില ലക്ഷ്യങ്ങളോടെ ആരുടെയൊക്കെ എന്താ പറയാ ബാഹ്യ ശക്തികൾക്ക് വശംവദപ്പെട്ട് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെ തകർക്കാനും അതിന്റെ കെട്ടുറപ്പ് തകർക്കാനും അതിലെ ഐക്യം തകർത്ത് അതിനെ ഭിന്നതയുടെ ഒരു കൂടാരമാക്കി മാറ്റി തമ്മിലടുപ്പിച്ച് ക്ഷയിപ്പിക്കാനുള്ള ഒരു ലോങ് ടൈം, ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഇരകളായി മാറുകയാണ് അൽമായ മുന്നേറ്റം ചെയ്തത് എന്ന് പറയുന്ന ആരോപണം ഉണ്ടല്ലോ. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ, നൂറുകണക്കിന് വൈദികരെയും അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ്, ഒരു സംശയമില്ല. അല്ലെങ്കിൽ വളരെ സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. കാരണം CPI അധ്യക്ഷനാണ് ഇത് പറയുന്നത്. അദ്ദേഹം ഇത് പറയുമ്പോൾ ഇതിന് എന്ത് വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. വെറും ഒരാളല്ല, വെറും ഒരു മെത്രാനല്ല, അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ ഒരു വിടവാങ്ങൽ അഭിമുഖത്തിൽ ആരോപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ ആരോപണമല്ല, അതൊരു ഒന്നൊന്നര ആരോപണമാണ്. തീർച്ചയായും.